ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ സമയത്ത് രക്ഷപ്പെട്ടു പോവുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസിയും. കാരണം വളരെ പരാജയമാണ്. പക്ഷേ വേൾഡ് കപ്പിൻ്റെ സമയത്തായിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് സത്യം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ത്യൻ ടീം തിരിച്ചു വരും. ശ്രേയസ് അയ്യർ തിരിച്ചു വരും. അയ്യറിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അയ്യറിൻ്റെ ക്യാപ്റ്റൻസി, അയ്യറിൻ്റെ റോള് ഇന്ത്യക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സ്റ്റാർട്ടിങ് പാളി എന്നത് സത്യം തന്നെയാണ്. തുടക്കം വളരെ മോശമായിരുന്നു. പക്ഷെ ആ മനുഷ്യന് ഇന്ത്യയെ കരകയറ്റി കൊണ്ടുവരും. എതിരാളികളുടെ മുമ്പിൽ തല ഉയർത്തി തന്നെ നിർത്തിക്കും. അയ്യറെ നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പും ഇതിനേക്കാൾ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, കളിയാക്കപ്പെട്ടിട്ടുണ്ട്. അന്നെല്ലാം മൂപ്പര് ഒറ്റയ്ക്ക് തിരിച്ചു വന്നിട്ട് ഇന്ത്യയുടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിർത്തി നിൽക്കുകയാണ്. തുടക്കമൊന്ന് പാളിന്ന് കരുതിയിട്ട് വിലയിരുത്തേണ്ട, ഇതാണ് അയ്യർ എന്ന് പറഞ്ഞിട്ട് ശക്തമായി തിരിച്ചു വരും. അയർലൻഡുമായിട്ടുള്ള പരമ്പര നഷ്ടപ്പെട്ടു. ഇംഗ്ലണ്ടുമായിട്ടുള്ള പരമ്പര 2-0 പിന്നിലാണ്. ഈ പരമ്പര അയ്യർ സമനിലയിലാക്കും, 2-2 ആക്കും. വരാൻ പോകുന്ന ODI പരമ്പര അയ്യർ സ്വന്തമാക്കും. അയ്യറിൻ്റെ കംബാക്ക് അയ്യർ രേഖപ്പെടുത്തും. ഒരുപാട് പേര് ഇപ്പോൾ കളിയാക്കലുകളൊക്കെ തുടങ്ങി. ഒരവസരം കൊടുക്കുക, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടക്കമൊന്ന് പാളിന്ന് കരുതിയിട്ട് അത് തന്നെ ആകും ഒടുക്കമെന്ന് ഒരാളും കരുതണ്ട. അത് അയ്യറാണ്, തിരിച്ചു വന്നിരിക്കും. 5 മത്സരത്തിലും അയ്യറിന് ടോസ് ലഭിച്ചു, ഒന്നുപോലും വിജയിക്കാൻ പറ്റിയില്ല. വളരെ മോശപ്പെട്ട റിസൾട്ടാണ് ഉണ്ടായത്. ഇന്ത്യൻ്റെ T20 ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയ തോൽവി ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിലെ തോൽവി. അതുപോലെ 76 റൺസിന് ഓൾ ഔട്ടായി. ലോവസ്റ്റ് 2ാമത്തെ സ്കോറാണ് ഇന്ത്യയുടെ. പവർ പ്ലേയിൽ 5 വിക്കറ്റ് നഷ്ടപ്പെടുക, ഇതൊക്കെ ആദ്യത്തെ സംഭവമാണ്. ഒരുപാട് മോശപ്പെട്ട റെക്കോർഡ് അയ്യറിന് തുടക്കത്തിൽ തന്നെ നേടിയെടുക്കേണ്ട ദയനീയ അവസ്ഥയുണ്ടായി. അയ്യർ തിരിച്ചു വരും. നോക്കിക്കോ, ഇനി ഓരോ മത്സരങ്ങളിലും പുതിയ പുതിയ റെക്കോർഡുകൾ വരും. അത് നാണക്കേടിൻ്റെതാകില്ല, അഭിമാനത്തിൻ്റെതാകും, തലയുറപ്പിൻ്റേതാകും. ഇന്ത്യ അവസരം കൊടുത്തു അയ്യറിന്. ഇനി അയ്യറിൻ്റെ കൈമലാണ് കാര്യങ്ങൾ. തുടക്കം പാളി, ഇനി പാളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ വിട്ടു പോകും. ഇനി പാളില്ല, അയ്യർ തിരിച്ചു വരും. ഇന്നത്തെ മത്സരം അതിൻ്റെ തുടക്കമായിരിക്കും.